നമ്മളോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കയാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അപ്പോൾ ഒരു ആരോപണങ്ങളൊക്കെ കേട്ടായിരുന്നു, ഞാനൊരു ന്യൂസ് എല്ലാം കണ്ടായിരുന്നു, ഒരു പീഡന പരാതി എന്ന രീതിയിൽ. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവരുടെ പേരൊന്നും കേൾക്കുന്ന അപ്പോഴാണ്. എനിക്ക് അവരുടെ ഫോൺ നമ്പർ ഇല്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും ഞാൻ ഒന്നും മെസ്സേജ് അയച്ചിട്ടില്ല. അത് ഫേക്ക്. എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല. അപ്പൊ ശരിക്കും അതൊരു ഫേക്ക് പരാതി. യൂസ്റ്റിസ് സൈക്കോണ ചാനലിൽ ഇവരുടെ വേറെയുള്ള കേസിൽ പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് എനിക്കറിയില്ല. ഇപ്പൊ നിവിൻ പോളിയുടെ പേരിലുള്ള കേസൊന്നുമില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇനിയിപ്പോ നമ്മുടെ ഇന്നസെൻസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോ ഇതാരും അറിയില്ല, നമ്മുടെ പേരാണ് പോകുന്നത്. എന്തിനാണ് ഇനിയിപ്പോ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്, മാനസിക കേസ് കൊടുക്കുന്നുണ്ട്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഇതിപ്പോ ആർക്കെതിരെ എന്തും ചെയ്യാം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.